ഇപ്പൊ മലപ്പുറത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കണ്ണീരൊഴിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇതേ കൂടെ നിങ്ങളോട് എന്താ പറഞ്ഞത്? കോഴിക്കോട് മലപ്പുറം ജില്ല വിഭജിക്കണം. 16 നിയോജക മണ്ഡല ഇവിടെ. വയനാട്ടിൽ 3 ഇടുക്കിയിൽ ഈ പറയുന്ന 5 പത്തനംതിട്ടയിൽ 5 ഈ മൂന്ന് ജില്ലയും കൂടിയാൽ 13 മണ്ഡല ഉള്ളത്. ഈ പറയുന്ന ഈ 3 ജില്ലകൾ കൂടിയാൽ മലപ്പുറത്തിന്റെ 1/3 3 4 ജില്ലയാക്കണം. ആ കണക്കിന് ഇവിടെ അവിടെയൊക്കെ കലക്ടർമാർ വരും, റവന്യൂ ഹോസ്പിറ്റൽ വരും, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വരും, മെഡിക്കൽ കോളേജ് വരും. അതുകൊണ്ടാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയെ വിഭജിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള തിരുവമ്പാടി, അത് കഴിഞ്ഞിട്ടുള്ള ഏറനാട്, നിലമ്പൂർ, മലപ്പുറത്തെ, അത് കഴിഞ്ഞ് നിലമ്പൂര്, അത് കഴിഞ്ഞ് വണ്ടൂര്, അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണ, ഈ 5 മണ്ഡലങ്ങളും മലയോരാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് പെരിന്തൽമണ്ണയിൽ തിരിച്ചു വരുമ്പോ മഞ്ചേരി, അത് കഴിഞ്ഞ് കൊണ്ടോട്ടി, ഈ 7 മണ്ഡലങ്ങൾ ചേർത്ത് മഞ്ചേരി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി. മഞ്ചേരി ഒരു മലയോര ജില്ല ഞങ്ങൾക്ക് വേണം. തരാൻ തയ്യാറുണ്ടോ അവര്? CPM തയ്യാറാണോ? ഈ ഗവൺമെന്റിന് തയ്യാറുണ്ടോ? മലപ്പുറത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ UDF തയ്യാറുണ്ടോ? പറയാൻ തയ്യാറുണ്ടോ? ഈ കുട്ടികൾക്കൂടെ പഠിക്കാൻ കഴിയുന്നില്ല. 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ല, സൗകര്യങ്ങളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഗവൺമെന്റ് കോളേജില്ല. ഒരപേക്ഷ കലക്ടർക്ക് കൊടുത്താൽ 60 ലക്ഷം ജനങ്ങളിൽ നിന്ന് വരുന്ന അപേക്ഷ സ്വീകരിക്കേണ്ട ആളാ കലക്ടർ. 6 മാസം കഴിയും തീരുമാനം എടുക്കാൻ. വയനാട്ടിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ 3ാമത്തെ ആഴ്ച തീരുമാനമാകും. അപ്പൊ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നില്ലേ? കോവിഡ് കാലം മറ്റേ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്ത് ഇഞ്ചക്ഷൻ ആയിരുന്നു കോവിഡിന്റെ? വാക്സിനേഷൻ. എന്തായിരുന്നു സ്ഥിതി? ഇവിടെ മരുന്ന് കിട്ടിയിരുന്നു ആദ്യം. എല്ലാ ജില്ലകളും 14 ജില്ലയെ തിരിച്ച് വന്ന ഈ വാക്സിനേഷൻ മരുന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ 3 നിയോജക മണ്ഡലത്തിൽ വയനാടിന് കൊടുത്തു, നമുക്ക് തന്നതും ഒരേ അളവ് ഒരു ജില്ലക്ക് കൊടുത്താ. അന്ന് ഈ പ്രശ്നം ഞാൻ ഈ പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഇത് അനീതിയാണ്. ഇതിനൊരു തീരുമാനമുണ്ടാക്കണം, ജില്ലയെ വിഭജിക്കണം. ഞാനന്ന് പത്രസമ്മേളനം നടത്തി. ഈ കോവിഡ് വന്ന സമയത്ത് മലപ്പുറത്ത് അന്നത്തെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ടീച്ചർ മലപ്പുറത്ത് കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. ഇത് അനീതിയാണ്. അന്ന് എനിക്ക് വിളി വന്നു തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ. എന്താ പറഞ്ഞറിയോ നിങ്ങള്? ജില്ലാ വിഭജനം നമ്മുടെ ആശയമല്ല. ജില്ലാ വിഭജനത്തിൽ ആ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നേതാവേ, സഖാവേ, ഇത് അനീതിയല്ലേ? അപ്പൊ പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങള്? ആ ജില്ല വിഭജിക്കപ്പെട്ടാൽ ആ 2 ജില്ലയും മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തായി മാറും. മുസ്ലിം ലീഗിന് 2 ജില്ലാ പഞ്ചായത്തുകൾ ലഭ്യമാകും. ഈ 2 ജില്ലയും മുസ്ലിം ലീഗിന്റെ കയ്യിലാകും. അതുകൊണ്ട് സഖാവെ, ആ ആശയം നിങ്ങൾ ഉന്നയിക്കരുത്, പബ്ലിക്കായി പറയരുത്. എന്നറിയാം നിങ്ങൾക്ക്? കോവിഡ് ആരംഭിക്കുമ്പോ അതിന്റെ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മലപ്പുറത്തെ കലക്ടറേറ്റിൽ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറഞ്ഞതാ. ആ ജനമാണ് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല. ഈ പറയുന്ന തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലും 15 18 കുട്ടികൾ പഠിക്കുമ്പം മലപ്പുറത്ത് അഡീഷണൽ സീറ്റ് ബാച്ചല്ല. എന്നിട്ട് മൈക്ക് വെച്ചിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുക. ഇത് അനീതിയല്ല എന്ന് പറയാൻ പറ്റുമോ? തയ്യാറുണ്ടോ മലപ്പുറത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ UDF-ഉം LDF-ഉം ഈ വിഷയം ഏറ്റെടുക്കുവോ? ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 23 കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. അതിൽ ഈ പറയുന്ന എല്ലാ ജനങ്ങൾക്കും ആശ്വാസകരമാണ്. ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കും. ആ സമരത്തെ പിന്തുണക്കും ഇവര്. എന്നെന്താ മറുപടി പറയാത്തത്? നിങ്ങൾ അതൊന്നും ചോദിക്കുന്നു. നിങ്ങൾ കുറെ ചോദ്യം ചോദിച്ചല്ലോ. PV അൻവർ ഇങ്ങനെ പറയുന്നു, ജില്ല വിഭജിക്കണം, കോഴിക്കോട് മലപ്പുറം ജില്ല. ഈ KPCC പ്രസിഡന്റും ഈ സ്ഥാനാർത്ഥിയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ടല്ലോ. മറ്റന്നാൾ മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ. ചോദിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? 3 ദിവസം മുഖ്യമന്ത്രി ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ കണ്ണീരൊപ്പാൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മലയോര ജില്ല ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിയോട്? എന്താ എന്റെ പിന്നാലെ കൂടുന്നത് നിങ്ങൾ? എന്താ എന്റെ മാത്രം പിന്നാലെ കൂടുന്നത്? അവിടെയല്ലേ ഇതിന്റെ വിഷയം? കഴിഞ്ഞെങ്കിൽ അവസാനിപ്പിക്കാം നമുക്ക്. പ്രധാന വിഷയം ഈ മലയോരം തന്നെയാണ് പ്രശ്നം. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായിസം തന്നെയാണ് വിഷയം. ഈ വിഷയങ്ങൾ ഒരു പരിധിവരെ മനുഷ്യർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ ഇവിടെ പുതിയ ജില്ല വരണം, പുതിയ കലക്ടറേറ്റ് വരണം.